Hi, welcome to Coolstock YouTube channel. November 20th Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. ഓക്കെ ഷിത, ഇന്ന് 20th നവംബർ മാർക്കറ്റ് ഓപ്പണായി. നമ്മൾ എന്നും പറയുന്ന പോലെ ആദ്യത്തെ 3 ക്യാൻഡിൽ കഴിയുന്ന നേരത്ത് എന്താണ് ടേബിൾ പറയുന്നത്, ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ 4 മിനിറ്റ് 5 മിനിറ്റായി. എന്താണ് ഇപ്പം ടേബിൾ റീഡ് ചെയ്യുന്നത്? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബെയറിഷ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് മീഡിയം, സീറ്റ വോളിയം നെഗറ്റീവ് ആണ്, സിഗ്മ പോസിറ്റീവ് ആണ്. ഓക്കെ, സ്കോർ 1/3. 1/3. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ് പോകുന്നത്. ഇപ്പം അപ് ട്രെൻഡിനോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിനോ ഒരു സാധ്യതയുണ്ട്. സൈഡ് വേസിൽ നിന്ന് ഒന്നില്ലെങ്കിൽ അപ് ട്രെൻഡ് പോവുക അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ വരാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ 3 മിനിറ്റിലെ സ്കാനർ ക്യാൻഡിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം യൂഷ്വലി വരുന്നത് 9:29 ക്യാൻഡിൽ സിഗ്നൽ, ആൽഫ സിഗ്നൽ വരും. 9:30 ക്യാൻഡിൽ ക്ലോസ് ആവുന്ന നേരത്ത് എന്താണോ അവിടെ സിഗ്നൽ സസ്റ്റെയിൻ ആവുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രൈക്ക്. ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 9:23 മിനിറ്റ് ആയപ്പോഴും ഓളിയം ബിൽഡ് ആയിട്ടില്ല. സീറ്റ നെഗറ്റീവ് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, പക്ഷേ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മീഡിയമാണ്. പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സ്കോർ 3-1 ഉള്ളൂ. ഇവിടെ ഒരു സിഇ വന്നാൽ മേലോട്ട് പോകാനുള്ള സാധ്യത കുറച്ചൊന്ന് കുറവാണ്. നോക്കാം, മുന്നോട്ട് പോയി നോക്കാം. അടുത്ത ക്യാൻഡിലേക്ക് പോകുന്നു. മാർക്കറ്റ് പിന്നെയും മുന്നോട്ടേക്കാണ്. ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷും സീറ്റ നെഗറ്റീവും ഓളിയം നെഗറ്റീവും സ്കോർ 3-1 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്ട്രെങ്ത് ബിൽഡപ്പ് ആവുന്നില്ല. മീഡിയമാണ്. പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ആൽഫ കാൻഡിൽ ഫോം ചെയ്തു. 26,100 CE ആണ് സ്ട്രൈക്ക്. ഓക്കെ, 26,100 CE എന്ന് പറയുന്ന സിഗ്നലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മളപ്പോൾ കോളാണ് എടുക്കേണ്ടത്. ഇപ്പം ടേബിളിൽ വന്നിരിക്കുന്ന മാറ്റം ട്രെൻഡ് ബുള്ളിഷായി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷാണ്, പവർ കൺട്രോൾ ബുള്ളിഷായി, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആയി, മാർക്കറ്റ് സൈഡ് വേസിൽ നിന്ന് ബുള്ളിഷായി, സീറ്റ സിഗ്മ ബുള്ളിഷാണ്, ഓളിയം നെഗറ്റീവാണ്, സ്കോർ 3-2 ഇങ്ങനെയുള്ള ഒരു ടേബിൾ റീഡിങ്ങിൽ എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ മാർക്കറ്റ് ഇങ്ങനെ ഉള്ള എല്ലാം ബുള്ളിഷായി കാണുന്ന നേരത്ത് ഓളെ മാത്രം ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എത്തും. പക്ഷേ ഒരു 50% കഴിഞ്ഞാൽ, ടാർഗറ്റിൻ്റെ ഒരു 50% എത്തിയാൽ അവിടുന്ന് നമ്മൾ എക്സിറ്റ് ആവുന്നതായിരിക്കും നന്നാവുക. നല്ല സ്കില്ലും കാര്യങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുക. നമുക്കിപ്പോൾ സ്ട്രൈക്ക് ഏതാണെന്ന് മനസ്സിലായി. ആ സ്ട്രൈക്കിലേക്ക് നമ്മൾ വന്നു. ആ സ്ട്രൈക്ക് 26,100 CE ആണ്. അതിൻ്റെ ബൈ പ്രൈസ് 143, ടാർഗറ്റ് 160, സ്റ്റോപ്പ് ലോസ് 126. ഇപ്പം ടേബിൾ എങ്ങനെയാണ്, ആ സ്ട്രൈക്കിൻ്റെ ടേബിൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഓവറോൾ ബുള്ളിഷ് ആണ്. ഓവറോൾ എല്ലാം ബുള്ളിഷാണ്. ട്രെൻഡ് ബുള്ളിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷാണ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, മാർക്കറ്റ് സൈഡ് വേസ് അല്ല, ബുള്ളിഷാണ്, സീറ്റ സിഗ്മ ഓളിയം ബുള്ളിഷാണ്, സ്കോർ 3-3. ഇങ്ങനെ ഒരു ടേബിൾ വന്നാൽ അത് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് എബവ് 75% ആണ്. നമ്മളും ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ആ നേരത്തെ ടേബിൾ കണ്ടത്. നമ്മളും ട്രേഡ് എക്സിക്യൂട്ടായി. ആ എക്സിക്യൂട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കുക. പക്ഷെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴേക്ക് ഫസ്റ്റ് ഡ്രോപ്പ് ഓളിയത്തിൽ വന്നു. ഓളിയൻ ഡ്രോപ്പായി. ഓളിയൻ ഡ്രോപ്പ് ആവുന്നത് നമുക്കൊരു പോസിറ്റീവ് സൈനല്ല. നമ്മുടെ അടുത്തുള്ളത് കോളാണ്. കോളിൽ ഓളിയൻ ഡ്രോപ്പ് വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ ട്രെൻഡും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും പവർ ഓഫ് കൺട്രോളും സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തും സീറ്റയും സിഗ്ബിയും പോസിറ്റീവാണ്. സ്കോർ 3-2. അപ്പം ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 50% എത്തണം. ഇതിൻ്റെ വേറൊരു പോസിറ്റീവ് സൈഡ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് 9:30 വന്ന ട്രേഡ് അടുത്ത ക്യാൻഡിലിൽ തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ഓർഡർ നമ്മളെ ബൈ പ്രൈസിലേക്ക് വന്നാൽ അത് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവായി നിൽക്കുന്ന ഓളിയം ഇടയ്ക്കെങ്കിലും പച്ച ആവണമായിരുന്നു, ആയിട്ടില്ല. സീറ്റ നെഗറ്റീവ് ആയി. സീറ്റ നെഗറ്റീവ് ആവലും എന്ത് പറ്റി? സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷായി, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇനി എന്താണ് ഇതിൽ ട്രേഡ് ഉണ്ടോ? ഉണ്ട്. ഇതിലെങ്ങനെയാണ് ഇനി ട്രേഡ് എടുക്കേണ്ടത്? ഈ ആദ്യം 26,100 ആണ് വന്ന സ്ട്രൈക്ക്. അതിൽ മാറ്റമില്ല.
26,100 വന്ന് അതിൻ്റെ ബൈ പ്രൈസ് 143 ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് താഴത്തേക്ക് പോയത്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രൈക്ക് വന്ന് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ നമ്മളെ ബൈ പ്രൈസിലേക്ക് ആ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിഗ്നലിന് അല്ലെങ്കിൽ ആ സ്ട്രൈക്കിന് ഒരു 10-15 മിനിറ്റിൻ്റെ ലൈഫ് അതിനുണ്ട്. അരമണിക്കൂർ വരെ വേണമെങ്കിലും കാത്തിക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ ബൈ പ്രൈസിലേക്ക് രണ്ടാമതും വന്നാൽ ആ നേരത്തെ വോളിയം ബിൽഡായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും ഗ്രീനിഷ് ആയാൽ ഇത് ടാർഗറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്, സെക്കൻഡ് ചാൻസ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ചാൻസ് വരേണ്ടത്, സെക്കൻഡ് ചാൻസ് എല്ലാ ദിവസവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് വന്ന് ആ സ്ട്രൈക്ക് വന്നതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിഫോർ 5 മിനിറ്റ്സ് അത് നമ്മളെ ബൈ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്, അത് കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സെക്കൻഡ് ചാൻസ് വന്നാലും അതിന് ചാൻസ് ഉണ്ട്. ഈ സ്ട്രൈക്ക് വന്ന് 30-ന് ക്ലോസ് ആയി അത് ആദ്യത്തെ 5 മിനിറ്റിലും 7 മിനിറ്റിലും നമ്മളെ ബൈ പ്രൈസിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്താ സിറ്റുവേഷൻ എന്താണ്? ഇന്ന് ബൈ പ്രൈസ് വന്ന് എപ്പം വന്ന് ആദ്യത്തെ 1 മിനിറ്റ് തന്നെ വന്നു. ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ വന്നതിനെ കൊണ്ട് ഇനി ഇവിടെ ഒരു ചാൻസ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് മാർക്കറ്റ് മുന്നോട്ടേക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് സെക്കൻഡ് ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് ട്രേഡ് എടുത്തത് ഇങ്ങനെ ഈ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ സീറ്റ പോസിറ്റീവ് ഇടയ്ക്കിടയ്ക്ക് കാട്ടുന്നുണ്ട്, വോളിയം ബിൽഡായിട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷായി കഴിഞ്ഞ് എന്നാലും ബാരിഷ് കാട്ടുന്നുണ്ട്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കായി, അതൊരു നെഗറ്റീവാണ്. ഇല്ല, മീഡിയത്തിലേക്ക് പോയിട്ടുണ്ട്, പിന്നെയും വീക്കാണ് കാട്ടുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് എന്നാണ്, ഈ സ്ട്രൈക്ക് സൈഡ് വേസാണ് കാട്ടുന്നത്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ആവുന്നില്ല. നമ്മൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ആവണം, ഇവിടെ വോളിയം ബിൽഡ് ആവണം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആയിരിക്കണം. സീറ്റ ബുള്ളിഷ് ആയാൽ വളരെ നല്ലത്. പക്ഷേ അറ്റ്ലീസ്റ്റ് വോളിയം കണ്ടോ, വോളിയം പിന്നെയും ഗ്രീൻ ആവുന്നുണ്ട്, വോളിയം ഗ്രീനായി. ഇവിടെ നമുക്ക് ഈ സ്ട്രൈക്ക് എടുക്കുക, ഉറപ്പായിട്ട് എടുക്കുക. കാരണം ഗ്രീനാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷായി, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആയി, പവർ ഓഫ് കൺട്രോൾ സ്ട്രോങ് ആണ്, ട്രെൻഡ് ബുള്ളിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, സീറ്റ സിഗ്മ ബുള്ളിഷാണ്. വോളിയം റെഡ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ സസ്റ്റെയിൻ ആവുന്നുണ്ട്. സ്കോർ 2-3 3-3 എന്നുള്ള നിലയ്ക്ക് പോകുന്നുണ്ട്. മാർക്കറ്റ് ഈ സ്ട്രൈക്ക് ബുള്ളിഷാണ്. അപ്പം 143-ന് നമ്മൾ ബൈ ചെയ്താൽ, നമ്മളിപ്പം ബൈ ചെയ്തിട്ടുണ്ട് 143-നാണ് ടാർഗറ്റ്. 160 160 വരെ വെയിറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഈ ഓളത്തിന് ബേസ് ചെയ്തിട്ടാണ്. ഓളം ഇപ്പം നെഗറ്റീവ് കാട്ടുന്നതിനെ കൊണ്ട് ഇതൊരു 50% എക്സിറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഇപ്പം ഇവിടെ വെച്ചൊരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റും. 50% എന്ന് പറയുന്നത് 143 ആണ് ബൈ പ്രൈസ്, 143-ന്റെ ടാർഗറ്റ് പറയുന്നത് 160 ആണ്. അപ്പം നമുക്ക് ഒരു 50% എന്ന് പറയുന്നത് 143-ൻ്റെയും 60-ൻ്റെയും ഡിഫറൻസ് 17 റുപ്പീസാണ്. 17 റുപ്പീസിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് 8 റുപ്യ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ വോളിയം ബിൽഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. വോളിയം ബിൽഡ് നമ്മളെ ഇതിൻ്റെ ഹാഫ് പ്രൈസിൻ്റെ കാട്ടി മേലെ കയറി പ്രൈസ് 156 വരെ എത്തി. 160 നമ്മളുടെ ടാർഗറ്റ്. ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തിട്ട് കാത്തു നിൽക്കുക. വോളിയം നെഗറ്റീവാണ്, റിസ്കി തന്നെയാണ്. ബട്ട് യെസ്, ഇവിടെ ടാർഗറ്റ് ഹിറ്റായി, വോളിയം നെഗറ്റീവ് തന്നെയാണ്. അത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം നെഗറ്റീവ് ആവുന്നിടത്ത് ഈ ടാർഗറ്റ് ഹിറ്റ് ആവാൻ നമ്മൾ കാത്തിക്കുന്നത് അത്ര യുക്തിയല്ല. നമുക്കൊരു 50% എത്തിക്കഴിഞ്ഞാൽ, എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ലോസിൻ്റെ 50% എങ്കിലും കവറാവും. പക്ഷെ പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താൽ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഒരു 60-65% ഉണ്ട്. പക്ഷേ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അത് ട്രേഡ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലും അയാളുടെ മനോധർമ്മം പോലെ എവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് ഈ ടേബിളും കൂട്ടി വായിച്ചിട്ട് അയാൾ എടുക്കേണ്ട ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. അതാത് ട്രേഡറിൻ്റെ സ്കില്ലും കൂടി അതിൽ ഇൻവോൾവ് ആണ്. അവർ എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് കുറേ വർഷങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടായില്ല, ചുരുങ്ങിയ കാലത്ത് ഇത് ട്രേഡിങ് തുടങ്ങിയിട്ട് ഒരു 6 മാസമോ 1 കൊല്ലോ അല്ലെങ്കിൽ 1.5 കൊല്ലോ ആയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 3 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ടേബിൾ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ടേബിൾ നന്നായി റീഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ടേബിളിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്കില്ലും കൂടി ആഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾ എടുക്കുന്ന ജഡ്ജ്മെൻറ്റ് ശരിയാവാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ അക്ഷിത, ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിച്ചു. ഇന്ന് ഫസ്റ്റ് ട്രേഡ്, ഇന്ന് ആൽഫ സിഗ്നൽ വന്നു, ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ അത് ടാർഗറ്റ് ബുക്ക് ചെയ്തു. അതെ, ഓക്കെ സർ.
നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.